ആയിരിക്കും. കുറച്ച് വലുതാണ്, പക്ഷെ ഒരു ഫേസ് പോലെ ഉണ്ടല്ലേ. ഹലോ ഗൈസ്, ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്നുള്ളത് സ്കിപ്റ്റനടുത്തുള്ള ഹോർട്ടൺ ഇൻ റിബിൾസ്ഡെയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നമ്മൾ പെന്നിഗന്റ് എന്ന് പറയുന്ന ഒരു മൗണ്ടൻ ഹൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതെ, യോർക്ക്ഷയർ ഡെയിൽസ് നാഷണൽ പാർക്കിന്റെ ഭാഗമായിട്ടുള്ള ഒരു മൗണ്ടൻ ആണ് ഈ പെന്നിഗന്റ് എന്ന് പറയുന്നത്. ഈ മൗണ്ടൻ ഒരു കുറച്ച് ഫേമസ് ആണ്, കാരണം ഇത് യോർക്ക്ഷയർ 3 പീക്സ് എന്ന് പറയുന്നുള്ളൊരു 3 പീക്ക് ചാലഞ്ച് ഉണ്ട് ഈ യോർക്ക്ഷയർ ഡെയിൽസിനകത്ത് വരുന്നത്. ഇവിടെ തന്നെയുള്ള 3 മൗണ്ടൻസ് ആണ്. അതിലെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൻ ആണ് ഈ പെന്നിഗന്റ്, ഫസ്റ്റ് മൗണ്ടൻ. അതെ, അപ്പോൾ എപ്പോഴും 3 പീക്സ് ചാലഞ്ചിനകത്ത് യോർക്ക്ഷയർ വരുമ്പോഴേക്കും സ്റ്റാർട്ടിംഗ് മൗണ്ടൻ ആയിട്ടാണ് പെന്നിഗന്റ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3 പീക്ക് അടിക്കുന്നില്ല, പെന്നിഗന്റ് മാത്രം കയറി നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ വന്നേക്കുന്നത്. ഞങ്ങൾ ഇതുവരെ ഈ സൈഡിലോട്ട്, യോർക്ക്ഷയറിൻ്റെ ഈ സൈഡിലോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു സൈഡിലോട്ട് ഫസ്റ്റ് ടൈമാണ് ഞങ്ങളും വരുന്നത്. ഇന്ന് വെതർ വലിയ കുഴപ്പമില്ല, വെയിലൊന്നും കാണിക്കുന്നില്ല, പക്ഷേ എന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മഴ കിട്ടിയാലോ എന്ന് ഓർത്ത് നമ്മൾ ഫുൾ പ്രിപ്പയർഡ് ആണ് വന്നിട്ടുള്ളത്. അതെ, യെസ്. അപ്പോൾ നമുക്ക് നോക്കാം വെള്ളം എന്താ അവസ്ഥ എന്ന്. യെസ്, ലെറ്റ്സ് സീ. സോ നമ്മളിപ്പം ട്രയൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ. നമ്മൾ താഴത്ത് ഹോർട്ടൺ ഇൻ റിബിൾസ്ഡെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ട്രെയിൻ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. അതൊരു ചെറിയ ടൗൺ പോലത്തെ ഒരു ചെറിയ ടൗൺ. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഇങ്ങ് നടന്നു. ഇവിടെ നിന്നാണ് ട്രയൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കിക്കഴിഞ്ഞാൽ കാണാം, റോഡ് പോലത്തെയാണ് സ്റ്റാർട്ടിങ് ട്രയൽസ് ഒക്കെ. എല്ലാം ഇങ്ങനെ സിക്സാഗ് ആയിട്ട് ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. അവിടെ മാത്രം വെയിലും ഉണ്ട്, നല്ല രസമാണ്. ചൂടാകാൻ തുടങ്ങി, മുകളിലിട്ടച്ച ഫേസ് മാറ്റി. ഞങ്ങളപ്പോൾ കുറച്ച് കയറി മുകളിലോട്ട് എത്തി. ഇപ്പം ഇവിടെ നമുക്ക് മലയുടെ പേരുന്ന പെന്നിഗന്റിന്റെ ഫസ്റ്റ് ഗ്ലിംസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. കാണിച്ചു തരാം. ആ കാണുന്നതാണ് പെന്നിഗന്റ്. ഇതിന് കുറച്ചും കൂടെ കയറാനുണ്ട്, നമുക്ക് നോക്കാം. മുകളിൽ മഴ പെയ്യുമെന്ന് അറിയില്ല, ആകെ മൂടി കിടക്കുന്നുണ്ട്. പക്ഷേ കണ്ടിട്ട് നല്ല മൂടുണ്ട്. കയറി നോക്കാം. ലോക്കൊക്കെ പാടാണല്ലോ.
ഹായ. വഴി കയറുന്തോറും ഇടുങ്ങിക്കൊണ്ടിരിക്കുക. ഈ ദൂരം ഉണ്ടെന്നുള്ള ഈ പച്ചപ്പ് കാണാൻ നല്ല രസമുണ്ട്. ഫുള്ളിങ്ങനെ പച്ച കയറി കിടക്കുന്നു. അതും പല പച്ച. എനിക്ക് ബാഗ് കൂടെ ഇല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടി സുഖമാണ്. ഓരോ ഇത് കഴിയുമ്പോൾ ഞാൻ ഓർത്ത് അടുത്തത്. ഞങ്ങളങ്ങനെ കയറി പെനിഗൻറ്റിൻ്റെ സൈഡിലെത്തി. ഇനി എന്തോരം ഉണ്ടാവും? ഈ ഒരു 1 hour കൂടി കാണും. 1 hour തികച്ചുണ്ടാവില്ല. ഒരു 30-40 മിനിറ്റ്സ്. 1 hour നടന്നു. നമ്മൾ 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ 12:05. അപ്പോൾ 1 മണിക്കൂറായി. നല്ല കാറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ നല്ല തണുപ്പ് കയറി വരാൻ തുടങ്ങുന്നുണ്ട്. മഴ പെയ്യുമോന്ന് അറിയില്ല. അതന്നെ, മഴ പെയ്യാണ്ടിരുന്നാൽ മതി. നല്ല ക്ലൗഡൊക്കെ മാറി വരുന്നുണ്ട് ആ സൈഡിനകത്ത് നിൽക്കുക. പല സ്ഥലത്ത് വെയിൽ വന്നിരിക്കുന്നത് കാണാം. നമ്മൾ ഓൾമോസ്റ്റ് എത്തി. ലാസ്റ്റ് ഒരു എലിവേഷനും കൂടെയാണ്. അതും കൂടെ കഴിഞ്ഞാൽ അതിന് മുകളിൽ സമ്മിറ്റാന്ന് വിചാരിക്കുന്നു. ഹോപ്പ്ഫുള്ളി. എൻ്റെ അമ്മേ, ഇവിടെ ഇങ്ങനത്തെ കല്ലയക്കുന്നുണ്ട്. തെന്നിയാണ് കിടക്കുന്നത്. അപ്പോൾ കാല് ഇങ്ങനെ സ്കിപ്പായി പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ചരല് പോലത്തെ മെറ്റൽ ഇട്ടേക്കുന്നത്. ക്ഷീണിച്ചോ കൃപ? പരിപ്പിളകി. അയ്യോ, വെറുതെ വീട്ടിലിരുന്ന ഞാനാ ഒരു മല കയറാനായിട്ട്. കുറച്ചും കൂടെ ഉള്ളു. ആ സൈഡിലോട്ട് കബാറ്റ് വ്യൂ ആ. കാറ്റടിച്ച് പറന്നു പോ. കാറ്റ് കൂടുന്നുണ്ടല്ലേ? കാറ്റുണ്ടേ?
അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രെയില് ഭയങ്കര ഇടുങ്ങി കിടക്കുന്നത്. നോക്കി കയറിയില്ലെങ്കിൽ പെട്ടെന്ന് താഴത്തോട്ട് എത്തും. യെസ്, എന്താമേ നോക്കി കയറണേ. ഞങ്ങളങ്ങനെ മെയിൻ ആയിട്ടുള്ള എലിവേഷൻ കയറി മുകളിലെത്തി. ഇപ്പൊ കുറച്ച് ഇങ്ങനത്തെ പാതയാണ്, ടൈലിട്ടേക്കണ പോലത്തെ വഴിയാണ്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ പോകണ്ട. ഈ പാത ഫോളോ ചെയ്ത് അങ്ങ് ടോപ്പ് വരെ എത്തണം നമ്മൾ. ഇന്ന് ആക്ച്വലി ഒരു ബുധനാഴ്ചയാണ്, സ്റ്റിൽ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നണേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് സ്കിപ്റ്റണിനകത്ത് ഒരു പബ്ബിൽ കയറിയായിരുന്നു, വെതർസ്പൂണിനകത്ത്. അപ്പോൾ അവിടെ ഒരു ബ്രോഷർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ജൂലൈ 30 ഇവിടെ ക്യാൻസറിനും അങ്ങനെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മറ്റേ 3 പീക്സ് ചാലഞ്ച് നടക്കുന്നുണ്ട്. വോളണ്ടിയറിംഗ് ഒക്കെ പോലെ വാക്സ് ഒക്കെ വെക്കില്ലേ, ഹൈക്കൊക്കെ, അതുപോലെ 3 പീക്സിന്റെ വാക്കാണ് ഇന്ന്. അപ്പോൾ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ പേര് ട്രെയിൽ റണ്ണേഴ്സും ഹൈക്കേഴ്സും ഒക്കെ കുറേ പേര് വന്നിട്ടുണ്ട്, 3 യോർക്ക്ഷയർ പീക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. യെസ്, നമ്മൾ 3 അടിക്കില്ല, ഇതന്നെ അടിക്കട്ടെ. ഇതന്നെ അടിക്കുമെന്ന് നമുക്ക് നോക്കാം. നമ്മളങ്ങനെ പെന്നിഗന്റിന്റെ ആദ്യത്തെ സമ്മിറ്റ് അടിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 620 ഫീറ്റ് അപ്പോൾ സീ ലെവലാണ്. അങ്ങനെ ഞങ്ങൾ സമ്മിറ്റ് അടിച്ചിരിക്കുന്നു. യെസ്, നമ്മുടെ ഫസ്റ്റ് സമ്മിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അവിടുന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വഴി ഇറങ്ങിക്കോ. ഇത് പെന്നിവേ എന്ന് പറയുന്ന റൂട്ടാണ്. പെന്നിവേ എന്ന് പറയുന്ന ഒരു ട്രെയിൽ റൂട്ടാണ്. നമ്മൾ താഴത്തോട്ടാണ് ഇറങ്ങുന്നത്. നമുക്കറിയില്ല ഈ വഴി അങ്ങോട്ടാണ് എത്തുന്നതെന്നുള്ളത്. പക്ഷെ ഞങ്ങളൊരു സർക്കുലർ റൂട്ട് പോലെ ഒരു റൂട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്താണ് പോണത്. സോ ഹോപ്പ്ഫുള്ളി ഇത് നമ്മൾ കറങ്ങി ചെന്നിട്ട് നമ്മൾ വന്ന് അവിടെ നിന്ന് കണക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ കയറിയ വഴിയല്ല, അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള വേറൊരു വഴിയായിരിക്കും നമ്മൾ കറങ്ങി എത്തുന്നത്. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ഈ വഴി ആ സൈഡിലൂടെ നല്ല കാറ്റായി നടക്കുന്നുണ്ടോ? ആ, പിന്നെ കോട കയറാൻ തുടങ്ങി. ഇറങ്ങി തുടങ്ങിയപ്പോഴത്തേക്ക് നല്ല കാറ്റായി. ഇതേ കോട കയറി നോക്കി. നല്ല തണുപ്പായി. അതുകൊണ്ട് ഞാൻ തുപ്പിയൊക്കെ എടുത്തു. പക്ഷെ ഒരു രക്ഷയില്ല. ഇനി നമുക്ക് ഇറങ്ങിയാൽ മതി, കയറ്റത്തിന്റെ പ്രശ്നമൊന്നുമില്ല. നല്ല രസമായിരിക്കും. ആ, നമുക്ക് ഇറങ്ങാം. തണുപ്പ് കൂടി, കാറ്റും കൂടി, കോട കയറി. വാ, കാറ്റും കൂടെ ഉള്ളതുകൊണ്ട് നടക്കുന്നത്. നമ്മളിനി ഇറങ്ങി പോകാനായിട്ട് ആലോചിക്കുന്നത് ഈ കാണുന്ന ഇവിടെ ഒരു വെള്ള വഴി പോകണ്ട. ക്യാമറയ്ക്കകത്ത് ക്ലിയർ ആണെന്ന് അറിയില്ല, ബട്ട് ഇങ്ങനൊരു വഴി ഇങ്ങനെ
ഞങ്ങളങ്ങനെ പെന്നിക്കൻറ്റിൻ്റെ സമ്മിറ്റ് അടിച്ച് താഴത്തോട്ട് ഇറങ്ങി. ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഞങ്ങൾ മാപ്പിനകത്ത് എന്താ സ്ഥലത്തിൻ്റെ പേര്, ഹൾപോട്ട്. അതൊരു കൊളാപ്സ് ആയിട്ടുള്ള പഴയ എന്തോ കേവ് പോലത്തെ സെറ്റപ്പാണ്. അതായത് മലകൾ പാറ കൂടി കിടന്നിട്ട് ഇടിഞ്ഞ് ഒരു 90 മീറ്ററോളം താഴ്ചയുള്ള ഒരു കുഴി. ഹൾപോട്ട്. അപ്പം മാപ്പിനകത്താണ് കണ്ടത്. അത് എന്താ സംഭവം, എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ എന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിലിൽ നിന്ന് തന്നെ ചെറിയൊരു ഡീവിയേഷൻ എടുത്ത് ഒരു 10-15 മിനിറ്റ്സ് അങ്ങോട്ട് മാറി കഴിയുവാണെങ്കിലാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇത്രയും വന്നു, അപ്പോൾ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അതെ, നമുക്ക് നോക്കാം. യെസ്, ഞങ്ങളങ്ങനെ ആ മല ഇറങ്ങി. ഈ സൈഡിൽ നിന്ന് ആ മലയ്ക്ക് വേറെ ഫേസ് ആണല്ലോ. അതെ, ഒരു മുഖം പോലെയുണ്ട്. നമ്മൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് നമ്മൾ ട്രെയിൽ കയറിയത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കയറി ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇറങ്ങി ഇപ്പം നമ്മൾ കംപ്ലീറ്റ് താഴത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹൾപോട്ട് എന്ന് പറഞ്ഞ സ്ഥലം ഈ ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. ഇതൊരു ജംഗ്ഷനാണ് സത്യം പറഞ്ഞാൽ. നമുക്ക് ശരിക്കും വീട്ടിലോട്ട് പോകേണ്ടത് ആ വഴിയാണ്, ഐ മീൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകേണ്ടത് ആ വഴിയാണ്. പക്ഷെ നമ്മൾ ചെറിയൊരു ഡീവിയേഷൻ, നമ്മുടെ ടൈം ഉള്ളതുകൊണ്ട് ചെറിയൊരു ഡീവിയേഷൻ എടുക്കുന്നു. എന്താ സംഭവം എന്ന് അറിയണമല്ലോ, ഇടിഞ്ഞുപൊളിഞ്ഞ് വീണെന്നൊക്കെ പറഞ്ഞേക്കുന്നത്. കേവ് എന്ന് പറയുന്നത് കുറച്ച് നാളായി ഒരു കേവ് കണ്ടിട്ട്. എന്നെ മുന്നേ എന്തോ കണ്ട പോലെ. അതാ പറഞ്ഞ കുറച്ച് നാളെ കേവ് കണ്ടിട്ട്. ഇറങ്ങാൻ പറ്റുമോ അറിയില്ല, നോക്കി നോക്കാം, ചെന്ന് നോക്കാം. നോക്കാം, എങ്ങാനും ലോട്ടറി അടിച്ചാലോ. എന്താണ് മുടിയൊക്കെ വെട്ടി സുന്ദര കുട്ടപ്പ. ഇവന് മുടി വെട്ടിയിട്ടില്ല കേട്ടോ, വെട്ടിയിട്ട് വളർന്നു പോകുന്നു. ഇതൊക്കെ വെട്ടിട്ട് പേടിയാവുന്നു. മറ്റേ അത് അമ്മയാടാ. അമ്മ കുഞ്ഞു വിളിക്കുന്നു. ഹായ് ബൈ. അതെ, പോട്ടെ തരാ. യെസ്, വഴി ഇത് തന്നെയാണെന്ന് തോന്നുന്നു. അവിടെ 2-3 പേരൊക്കെ നടന്നു പോകുന്നത് കാണാം. വേഗം സഹായിച്ചു, മഴയൊന്നും പെയ്തില്ല ഭാഗ്യത്തിന്. ഭാഗ്യം പറയാറായിട്ടില്ല, നമുക്ക് 4 മണി വരെ സമയമുണ്ട്. അതിന് മുന്നേ മഴ പെയ്യില്ലായിരിക്കും. ഇന്നിപ്പോ കണ്ടിട്ട് കുഴപ്പമില്ല. നമ്മുടെ മെയിൻ സമ്മിറ്റ് കഴിഞ്ഞല്ലോ, ഇനി പ്രശ്നമില്ല. ശരി, മഴ പെയ്യുമ്പോഴേക്കും ആ നമ്മൾ കയറിയ ട്രെയിൽ കയറി വരുന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും പ്രോപ്പർ ട്രെയിലില്ല, അപ്പോൾ കയറാനായിട്ട് തെന്നി കിടക്കുക. അപ്പോൾ മഴയും കൂടെ ആണെന്നുണ്ടെങ്കിൽ റിസ്ക് ആയിരിക്കും. യെസ്, നമ്മൾ ഹൾപോട്ട് എത്തിന്ന് തോന്നുന്നു കേട്ടോ. ഹോളി ഷിറ്റ്, എൻ്റെ പള്ളി. വലിയൊരു കുഴിയാ, അതിനകത്ത് ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഒഴുകി വരുന്നുണ്ട്. അല്ല കഞ്ചാവോ? റൗണ്ട് അടിക്കാം, ഇങ്ങനെ. വാവ്, ഇറ്റ്സ് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ വലുതാണ് പോയത്. Oh my god. അവിടെ ഇട്ട് വെള്ളച്ചാട്ടം വീഴുന്നുണ്ട്. നമുക്ക് ഇതിന് ചുറ്റി ഒരു വളയം വെച്ച് നോക്കാം. ഇത്രയും വലിയ കുഴിയാത്. റെക്കോർഡിംഗ് ആണ്. മറ്റേ വോൾക്കാനിക് എറപ്ഷൻ ഒക്കെ ഉണ്ടായിട്ട് ഒഴുകി വന്നേക്കുന്ന പോലെ ഉണ്ട്. ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒഴുകി നേരെ ആ കുഴിയിലോട്ടാണ് പോണത്. ഓ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വെള്ളം ഇതിലെ നല്ലോണം വെള്ളം വീഴുന്നതാ. കാരണം ഇതൊക്കെ വെള്ളത്തിനടിയിൽ ഉണ്ടാവുന്ന പോലത്തെ പായലുകളാ. സോ ഇവിടെ നിന്ന് നല്ല വെള്ളച്ചാട്ടം ഉണ്ടാവുന്നതായിരിക്കും മഴക്കാലത്തൊക്കെ. ഓ, ഇത് പ്രതീക്ഷയിലും വലിയ കുഴിയാണല്ലേ. സത്യം, ഒരു വലിയ കുഴി. പേടിയാണ് തോന്നുന്നുണ്ട്. ഈ ഭിത്തിയൊക്കെ കണ്ടിട്ടേ ഭയങ്കര ഒരു ഭീകരത ഫീൽ ചെയ്യുന്നു. ഗുണാക്കേവൊക്കെ പോലെ. ഓ വേണ്ട വേണ്ട,
ആ വെള്ളച്ചാട്ടം നല്ല രസമുണ്ട്, അത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല, നല്ല രസമുണ്ട്. പുലരി വിരിഞ്ഞു, ദൂരെ കിളികൾ കുറുകി. ഹൽപോട്ട് നല്ലൊരു സ്പോട്ടായിരുന്നു. ഞങ്ങൾ അത്രയും വലിയൊരു കുഴി, ഒരു ഗർത്തം അത് പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതെ, പക്ഷേ ഇറ്റ് വാസ് വർത്ത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ട്രെയില് സ്റ്റാർട്ട് ചെയ്തു, താഴത്തോട്ട് പോവാണ്, റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. അതെ, അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി പെനിഗന്റ്. എൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, അതിന്റെ സ്പെല്ലിങ് ഞാൻ മെൻഷൻ ചെയ്യാം. അത് നമുക്കറിയില്ല, അറിയില്ല. നമുക്കറിയാവുന്ന രീതിക്ക് അങ്ങ് പറഞ്ഞു. പെനിഗറ്റിന്റെ സ്പെല്ലിങ് PEN സ്പേസ് Y സ്പേസ് GH അങ്ങനെ ഒരു ഇതാ ഞാൻ മെൻഷൻ ചെയ്യാം താഴത്ത്. സോ പെനിഗന്റ് നമ്മൾ കാണുന്നതാണ്, അത് സബ്മിറ്റ് ചെയ്തു, ഹൾപോട്ട് കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അതെ, അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, എന്നാലാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ